വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ഇതിനാണ് മൻഹജുസ് സലഫ് എന്ന് പറയുന്നത്. സലഫിന്റെ മൻഹജ് എന്ന് പറയുന്ന ഈ വാക്ക് പൊതുവെ ചില ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, സലഫികൾ എന്നൊക്കെ പറയുന്നത്. ഈ മൻഹജ്, ഈ മാർഗം പിൻപറ്റുന്നവനാണ്. അതൊരു പ്രത്യേക കക്ഷിയോ ഗ്രൂപ്പോ അല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് പറയുന്ന പേരല്ല. മൻഹജുസ് സലഫ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ, മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ അത് ഒരു പുതിയ മാർഗരീതിയോ പുതിയ വഴിയോ അല്ല. മാത്രമല്ല, ഒരാൾ സലഫി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കക്ഷിയുടെ ഭാഗമാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ അവൻ സഹാബത്തിന്റെ മാർഗത്തിന് എതിരായിട്ടുണ്ട്. ഒരാൾ പറയും ഞാൻ സലഫിയാണ് എന്ന് അവൻ പറയുന്നത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക കക്ഷിയുടെ ഭാഗമാണ് അവൻ എന്ന് ആളുകളെ അറിയിക്കാനാണ് എങ്കിൽ അവൻ സഹാബത്തിന്റെ മാർഗത്തിന് എതിരായ പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത്. സലഫി എന്ന് ഒരാൾ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പറഞ്ഞതാണ്. എന്താകട്ടെ, മൻഹജുസ് സലഫ്, മൻഹജ് എന്ന് പറഞ്ഞാൽ മാർഗം എന്നാണ്, സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികളാണ്. അതുകൊണ്ട് ഒന്നാമത് ഉദ്ദേശിക്കുന്നത് സഹാബികളാണ്. അതുപോലെ തന്നെ സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളും അവരിൽ നിന്ന് ദീൻ പഠിച്ച തബഉ താബിഈങ്ങളും, ഈ മൂന്ന് തലമുറയും സലഫുകളാണ്. ഈ മൂന്ന് തലമുറക്കാണ് സലഫ് എന്ന് പറയുക. ഈ മൂന്ന് തലമുറ എന്താ? ഈ മൂന്ന് തലമുറക്കൊരു പ്രത്യേകത. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും നല്ലവർ എൻ്റെ തലമുറയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറ, സഹാബത്തിന്റെ തലമുറയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറ എന്ന് പറഞ്ഞാൽ സഹാബികളുടെ തലമുറയാണ്. പിന്നീട് അവിടുന്ന് പറഞ്ഞു സുമ്മല്ലദീന യലൂനഹും, അതിനുശേഷം ഏറ്റവും നല്ല തലമുറ അവരെ പിന്തുടർന്നു വരുന്നവരാണ്. അവർക്കാണ് എന്ത് പറയുക? താബിഈങ്ങൾ എന്ന് പറയുക. ഈ മൂന്ന് തലമുറ ഖുർആനും ഹദീസും എങ്ങനെ അവർ മനസ്സിലാക്കി, എങ്ങനെ അവർ പ്രാവർത്തികമാക്കി, അങ്ങനെ മനസ്സിലാക്കുക. അതിനാണ് മൻഹജുസ് സലഫ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ മാർഗം, ഇത് ഞാൻ മുൻപും വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, ഇതൊരു കക്ഷിയല്ല. അങ്ങനെ ഒരു കക്ഷി എന്ന സ്വഭാവത്തിൽ നീ സലഫിയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ നീ സലഫിൻ്റെ മാർഗത്തിലല്ല. ഇപ്പോൾ ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, എല്ലാവരും കക്ഷിയാണ്, കക്ഷി ഇല്ല എന്ന് പറയുന്നവരും കക്ഷിയാണ് എന്ന് പറയാറുണ്ട്. ഇല്ല, നീ അങ്ങനെ ആവാൻ പാടില്ല. ഒരു കക്ഷിയുടെ ഭാഗമാകുക, ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക എന്നതിലേക്ക് ഖുർആനോ സുന്നത്തോ നിന്നെ ക്ഷണിച്ചിട്ടില്ല. നീ ഹക്കിൻ്റെ ഒപ്പമാവുക. ഹക്കിൻ്റെ ആളുകൾ, ഹക്കിനോട് ചേർന്ന് നിൽക്കുന്നവർ, സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവർ, അവരെ കണ്ടാൽ അവരോട് നിനക്ക് സ്നേഹമുണ്ടാകണം. അവൻ്റെ അടുക്കലുള്ള സത്യം അത് കാരണത്താൽ, അത് അവൻ നിന്നെ എതിർത്താലും, നീ വരുന്ന പള്ളിയിലേക്ക് വന്നിട്ടില്ലെങ്കിലും, നീ കേൾക്കുന്നയാളുടെ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിലും, നിന്നോട് തന്നെ അവന് യോജിപ്പുണ്ടെങ്കിൽ പോലും നീ അവനോട് വെറുപ്പ് കാണിക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാളുടെ പേരിൽ, ഒരു സംഘടനയുടെ പേരിൽ, ഒരു സംഘത്തിൻ്റെ പേരിൽ, ഒരു പള്ളിയുടെ പേരിൽ, ഒരു ഖതീബിൻ്റെ പേരിൽ, ഒരു ഉസ്താദിൻ്റെ പേരിൽ, ഒരു ഷെയ്ഖിൻ്റെ പേരിൽ, ഒരാളുടെയും പേരിൽ നിങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ വേർതിരിവുകൾ സൃഷ്ടിക്കാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനോട് കൂറുള്ളവരാവുക. അതിൽ പറയുന്നത് ജീവിതത്തിൽ പാലിക്കുക. അതിന് എതിരായി ആ പറയുന്നവനൊരു കക്ഷിയാണെന്ന് മാറുന്നത്, നീ ആ കക്ഷിയുടെ ഒപ്പം ചേരണ്ട, നീ ആ കക്ഷിയുടെ ഭാഗമാകണ്ട. പറയുന്നവനൊരു കക്ഷി ഉണ്ടാക്കി നീ കഴിച്ചു, അവൻ്റെ ഒപ്പം നീ ആകണ്ട. ഇങ്ങനെ സലഫിൻ്റെ മാർഗത്തിൽ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്താൽ നീ സലഫിയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നീ സലഫിയാണ്. ഈ അർത്ഥത്തിൽ ഖുർആനും സുന്നത്തും നാം മനസ്സിലാക്കണം. നമ്മുടെ ഹക്കിൻ്റെ കാര്യം, നമ്മുടെ പരലോകത്തിൻ്റെ കാര്യമാണിത്. ഇത് നമ്മുടെ പരലോകത്തിൻ്റെ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരും, ഫയഗ്സു ഫിആമുൻ മിനന്നാസ്, അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്നൊരു കൂട്ടം ആളുകൾ അവർ ഇസ്ലാമിനു വേണ്ടി യുദ്ധത്തിനിറങ്ങും. ഫയഖൂലൂന ഫീകും മൻ സഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഖൂലൂന നഅം, ആ യുദ്ധത്തിന് പോകുന്ന സൈന്യത്തോട് ചില ആളുകൾ ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അവർ പറയും അതെ, സഹാബിമാരിൽപ്പെട്ട ആളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുഫ്തഹു ലഹും, അവർക്ക് വിജയം നൽകപ്പെടും യുദ്ധത്തിൽ. സുമ്മ യഗ്സു ഫിആമുൻ മിനന്നാസ്, പിന്നീട് ഒരു വിഭാഗം ആളുകൾ അടുത്ത തലമുറയിൽ നിന്ന് യുദ്ധത്തിന് പോകും. അവരോട് ചോദിക്കും, ഹൽ ഫീകും മൻ സഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ അനുഗമിച്ച, അവരിൽ നിന്ന് ദീൻ പഠിച്ച അവരുടെ ശിഷ്യന്മാരുണ്ടോ, അല്ലെങ്കിൽ അവരെ കണ്ടവരുണ്ടോ? അവർ പറയും അതെ, അങ്ങനെയുള്ള ചില ആളുകളുണ്ട്.
ഫയുഫ്തഹു ലഹും, അവർക്ക് വിജയം നൽകപ്പെടും. വീണ്ടും അവിടുന്ന് പറഞ്ഞു, അവരോട് ചോദിക്കപ്പെടും, മൂന്നാമത്തെ തലമുറയോട് ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ അടുക്കൽ നിന്ന് ദീൻ പഠിച്ച ആ താബിഈങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഫയഖൂലൂന നഅം, അവർ പറയും അതെ. ഫയുഫ്തഹു ലഹും, അവർക്ക് വിജയം നൽകപ്പെടും. ഈ 3 തലമുറക്കും വിജയം നൽകപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ 3 തലമുറകളിൽ ഒരു ബിദ്അത്തും ഉണ്ടായിട്ടില്ല എന്ന് നാം പറയുന്നില്ല. ബിദ്അത്തുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബിദ്അത്തുകൾക്ക് വ്യാപനമുണ്ടായത്, അവക്ക് ജനങ്ങൾക്കിടയിൽ പരസ്യവും പ്രകടവുമായ സ്വാധീനം നൽകപ്പെട്ടത് ഈ 3 തലമുറകൾക്ക് ശേഷമാണ്. അതിനുശേഷമാണ് മുസ്ലിം ഉമ്മത്തിനിടയിൽ പിഴച്ച വാദങ്ങളും പിഴച്ച ചിന്താഗതികളും ശക്തമായ വേരോട്ടം അവക്ക് ലഭിച്ചത്. എന്നാൽ അതിനു മുൻപ് ബിദ്അത്ത് തകർന്ന അവസ്ഥയിലാണ്, സുന്നത്ത് വിജയിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. സുന്നത്താണെന്ന് വിജയിച്ചു നിൽക്കുന്നത് ഈ 3 തലമുറയിൽ. പിന്നീട് ബിദ്അത്തുകൾ, അതിൽ പല ബിദ്അത്തുകൾക്കും ശക്തി നൽകപ്പെടുകയുണ്ട്.